ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ തയ്യൽ മെഷീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റിച്ച് പിടിക്കാത്തൊരു പ്രോബ്ലം. തയ്ക്കുന്ന സമയത്ത് കുറച്ച് ദൂരം നമുക്ക് തയ്ക്കാൻ സാധിക്കും, പിന്നീട് ഗ്യാപ്പ് വരിക. നമുക്ക് അറിയാൻ സാധിക്കില്ല. തയ്ച്ചതിന് ശേഷം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഗ്യാപ്പായിട്ട് വരിക. അതിന് നമ്മൾ വിടുകാണി എന്ന് കൂടി പറയും. അപ്പൊ ഇങ്ങനെ വിടുകാണി വരുമ്പോൾ എങ്ങനെയാണ് ഇത് ശരിയാക്കുക, അല്ലെങ്കിൽ വിടുകാണി വരുന്നത് എന്ത് കാരണത്താലാണ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് സൊല്യൂഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഈ മെഷീനിൽ സ്റ്റിച്ച് പിടിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. ഓക്കെ, 1 by 1 ആയിട്ട് ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നീഡിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ നീഡിൽ ഒരു സൈഡ് പരപ്പും മറ്റേ സൈഡ് റൗണ്ടും ആണ് വരുന്നത്. ഈ പരപ്പുള്ള വശം റൈറ്റിലോട്ട് ചേർന്നിരിക്കണം. റൈറ്റിലോട്ട് ചേർന്നിട്ട് മുകളിലോട്ട് നല്ലപോലെ ഹോൾഡ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഈ പരപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല. കുറച്ച് ദൂരം സ്റ്റിച്ച് പോവും, പിന്നെ വിടുകാണി വരുന്ന പോലെ തോന്നും, പിന്നെ അതേപോലെ തന്നെ ചുളിവ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് സൂചി പിടിപ്പിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീഡിൽ ബാർ ഉണ്ടല്ലോ, ഈ നീഡിൽ ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ക്രൂ കാണാൻ സാധിക്കും. ഈ സ്ക്രൂ മിസ്സായി പോയിട്ടുണ്ട് പല മെഷീനുകളിലും. ഓക്കെ, ഒരുപാട് ആൾക്കാർ നന്നാക്കാൻ വരുന്ന സമയത്ത് ഈ സ്ക്രൂ ഉണ്ടാവില്ല, മിസ്സിങ് ആയിരിക്കും. ഈ സ്ക്രൂ ഇല്ലെങ്കിൽ നമ്മൾ സൂചി മാറ്റിയിടുന്ന സമയത്ത് മുകളിലോട്ട് സൂചി കയറിപ്പോവും. ഓക്കെ, മുകളിലോട്ട് സൂചി കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയിൽ ഒട്ടും തന്നെ സ്റ്റിച്ച് ഉണ്ടാവത്തില്ല, സ്റ്റിച്ച് പിടിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൂ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെഷീൻ ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രൂവും ഇതിൻ്റെ ഈ ക്ലാമ്പ് മേടിക്കാൻ കിട്ടും. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിടുകാണി വരാനുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നീഡിൽ ബാറിന് ചെറിയ രീതിയിൽ ബെൻഡ് വന്നാൽ, ചെറിയ രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷട്ടിലിനകത്തോട്ട് സൂചി നേരെ പ്രോപ്പറായി ഇറങ്ങത്തില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് ദൂരം സ്റ്റിച്ചാവും, അതിനുശേഷം സ്റ്റിച്ച് പിടിക്കാതെയാവും. ഓക്കെ, അത് നല്ലപോലെ ശ്രദ്ധിക്കുക. നീഡിൽ ബാറിന് ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പോർഷൻ, അതായത് ഈ സ്റ്റിക്ക് കാണുന്ന ഈ പോർഷൻ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇതും മിഷൻ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മിഷനിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജീൻസ് പോലുള്ള മെറ്റീരിയൽസ് തയ്ക്കാതിരിക്കുക. ജീൻസ് പോലുള്ള മെറ്റീരിയൽസ്, കനം കൂടിയ ക്ലോത്ത് ഏതായാലും നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ നീഡിൽ ബാർ ഉണ്ടല്ലോ പെട്ടെന്ന് മുകളിലോട്ട് കയറിപ്പോവും. ലോഡ് വരുന്ന സമയത്ത് സൂചി പൊട്ടുന്നതോടൊപ്പം തന്നെ ഈ ബാറ് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും സ്റ്റിച്ച് പിടിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു സ്ക്രൂ ഡ്രൈവർ ഇതേപോലെ എടുക്കുക. ഓക്കെ, അത് ആ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് ഏറ്റവും ഡൗണിലോട്ട് ഇത് കൊണ്ടുവരിക. അതിനുശേഷം ഈ സ്ക്രൂ ഡ്രൈവർ ഇതിനകത്തോട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ക്രൂ കാണാൻ സാധിക്കും. ആ സ്ക്രൂ ലൂസാണെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അതേസമയം ഈ സ്ക്രൂ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ലൂസ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് പിന്നീട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ചില സമയങ്ങളിൽ സ്ക്രൂ ലൂസായിരിക്കാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ബാറ് മുകളിലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ സ്ക്രൂ അതേ ടൈറ്റ് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ ഈ മെഷീൻ്റെ ഷട്ടിൽ തേയ്മാനം വന്നു കഴിഞ്ഞാലും ഈ സെയിം പ്രോബ്ലം വരും. സ്റ്റിച്ച് ഗ്യാപ്പ് ഇട്ട് വരിക, സ്റ്റിച്ച് പിടിക്കാത്ത പ്രോബ്ലം വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ക്രൂ അഴിക്കുക. ജസ്റ്റ് ഒന്ന് അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 2 സ്ക്രൂസും അഴിച്ചെടുക്കുക. ഓക്കെ, അതിനുശേഷം ഷട്ടിലിൽ തേയ്മാനം ഉണ്ടെങ്കിൽ ഷട്ടിലിൽ ചെറിയ രീതിയിൽ ഷെയ്ക്കിങ് ഉണ്ടാവും. ഷെയ്ക്കിങ് ഉണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിച്ചിങ് ക്ലിയർ ആവില്ല, വിടുകാണി വരുന്നതായിരിക്കും. പ്ലേറ്റ് അഴിക്കുന്നതിനോടൊപ്പം തന്നെ പ്രഷർ പൂട്ടും അഴിച്ചെടുക്കുക. ഓക്കെ, അപ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. പ്ലേറ്റ് അഴിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഈ ഷട്ടിലും ഈ സൂചിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ഒരു ചെറിയൊരു ഗ്യാപ്പ് പാടുള്ളൂ, ഒരു പേപ്പറിൻ്റെ ഗ്യാപ്പ് പാടത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഗ്യാപ്പ് സൂചി നീങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിച്ച് ക്ലിയർ ആവില്ല. ഓക്കെ, ഷട്ടിൽ തേയ്മാനം വന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷട്ടിലിൻ്റെ ഈ പിന്നുണ്ടല്ലോ, ഈ പിന്നിൽ പിടിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഷെയ്ക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഷെയ്ക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഷട്ടിൽ കുറേ കാലം ഓടിക്കോളും. നല്ല ഷെയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷട്ടിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഷട്ടിൽ തേയ്മാനം വന്നു കഴിഞ്ഞാലും മെഷീനിൽ സൗണ്ട് വരും. സൗണ്ട് വന്നു കഴിഞ്ഞാലും സ്റ്റിച്ചിന് പ്രോബ്ലംസ് വരും. ഓക്കെ, അപ്പോൾ സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷട്ടിൽ നല്ലപോലെ ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഷട്ടിലിനകത്ത് എപ്പോഴും ഒരു ആഴ്ചയിലോ ഒരു മാസം കൂടുമ്പോഴോ ഇടയ്ക്ക് ഓയിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അത് നല്ലപോലെ ശ്രദ്ധിക്കുക.
ഒരിക്കലും ഒരു കാരണവശാലും കട്ടിയുള്ള മെറ്റീരിയൽസ് തയ്ക്കാതിരിക്കുക. ഓക്കെ, കട്ടിയുള്ള മെറ്റീരിയൽസ് തയ്ച്ചു കഴിഞ്ഞാൽ വിടുകാണി പിന്നീട് വരാൻ ചാൻസ് കൂടുതലാണ്. ജീൻസ് പോലുള്ള മെറ്റീരിയൽസ് ഒന്നും തയ്ക്കരുത്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.